ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ മാസീവ് ഓർഡൻസ് പെനട്രേറ്റർ എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലെ പ്രധാന വഴിത്തിരിവ്. ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിലൊന്നായ MOP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാനുള്ള ശേഷി യുഎസിന്റെ സ്ട്രാറ്റജിക് ബോംബറായ B2 സ്പിരിറ്റ് എന്ന യുദ്ധവിമാനത്തിന് മാത്രമേയുള്ളൂ. എന്നാൽ അതുമാത്രമല്ല ഈ യുദ്ധവിമാനത്തിന്റെ സവിശേഷതകൾ. ഇറാനിലെ ഫോർദോ, നതാൻസ്, ഇസ്ഫെറാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് അമേരിക്ക ഉപയോഗിച്ച B2 സ്പിരിറ്റ് എന്ന ബോംബർ വിമാനത്തിനെ തിരിച്ചറിയാനുള്ള ശേഷി നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കുമില്ല. റഡാർ നിരീക്ഷണത്തെ കബളിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ആകാരം ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് സവിശേഷതകൾ. എന്നാൽ അതുമാത്രമല്ല ഈ വിമാനത്തിലുള്ളത്. ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് B2 സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ ദൌത്യത്തിന് പോകുമ്പോൾ ഇതിലെ പൈലറ്റുമാർക്ക് മണിക്കൂറുകൾ വിമാനത്തിൽ ചെലവഴിക്കേണ്ടി വരും. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇതിൽ തന്നെയുണ്ട്. മൈക്രോവേവ് അവനുകൾ, റെസ്റ്റ് റൂമുകൾ, റെഫ്രിജറേറ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വിമാനത്തിനുള്ളിലുണ്ടെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 പേരടങ്ങുന്ന 7 B2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ഇറാനിലെ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തത്. 18 മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഇതിനിടെ ഒന്നിലധികം തവണയാണ് ഇന്ധനം നിറച്ചത്. ഇത്തരം ദൈർഘ്യമേറിയ യാത്രകളിലുടനീളം ജീവനക്കാർക്ക് ഭക്ഷണവും മറ്റും ഉറപ്പുവരുത്തുന്നതിനായി ഈ ഹൈടെക് ബോംബറുകളുടെ കോക്പിറ്റുകളിൽ മൈക്രോവേവ് അവനും ചെറിയ ഫ്രിഡ്ജും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പൈലറ്റ് വിമാനം നിയന്ത്രിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിശ്രമിക്കുന്നതിനും സ്ഥലമുണ്ട്. കൂടാതെ ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത മറ്റ് വിമാനങ്ങളെപ്പോലെ B2 സ്പിരിറ്റിൽ ടോയ്ലറ്റും ഉൾപ്പെടുന്നുണ്ട്. $200 കോടി വില വരുന്നതാണ് ഓരോ B2 സ്പിരിറ്റ് ബോംബർ വിമാനവും. US എയർഫോഴ്സിന് നിലവിൽ 19 B2 ബോംബർ വിമാനങ്ങളാണുള്ളത്. 1997 B2വിനെ US ആദ്യമായി ഉപയോഗിക്കുന്നത്. 2008 ഒരു അപകടത്തിൽ US ഒരു B2 വിമാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു.